അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, സമാനമായ സാഹചര്യം LDF ക്യാമ്പിലും നിലനിൽക്കുകയാണ്. ഈ കണ്ണൂരൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചർച്ച ചെയ്തതാണ്. അവിടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ ഉയരുന്ന വിമതസ്വരം, ആ വിമതർക്ക് UDF പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും ഒടുവിൽ പാലക്കാട് പോലെ പാർട്ടിയുടെ നെടുങ്കോട്ടയായ ഒരു സ്ഥലത്ത് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാതെ നിങ്ങൾ വിയർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ പാലക്കാട് സീറ്റിലേക്ക് മറ്റാരെയും കണ്ടെത്താനാകാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ചാടിച്ചു കൊണ്ടുവന്ന സരിൻ ഉൾപ്പെടെയുണ്ട്. സരിനെ അടക്കം അവഗണിച്ചുകൊണ്ട് ഒരു ഹോട്ടൽ വ്യവസായിയെയാണ് പാലക്കാട് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെയും സമാനമായ സ്ഥിതി തന്നെയല്ലേ? നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ 4 മണിക്ക് 2 ദിവസത്തിന് മുമ്പേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. നോക്കൂ, 5 മണിക്ക് CPMൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, CPMൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൊട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആ സീറ്റുകളിലൊക്കെ വലിയ മാറ്റമുണ്ടാകാൻ പോകുകയാണ്. രണ്ടത്താണിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മലപ്പുറത്തെ സീറ്റുകളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് അല്പസമയം മുമ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല നീലിമ, അത് നിങ്ങൾ വാർത്തകളല്ലേ, വാർത്തകളൊന്നും നമ്മൾ സ്ഥിരീകരിക്കണ്ട. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ LDF പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത സീറ്റുകളൊക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് പോണത്? ഒന്നും പോകത്തില്ല. നോക്കൂ, ഞാനിത് പറയുന്നത് CPMനെ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് ഒരു ചിട്ടയായ ഒരു പ്രവർത്തനമുണ്ട്. ആ ചിട്ടയായ പ്രവർത്തനം കൊണ്ടാണ് അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് മാറാൻ പോകുകയാണ് രണ്ടത്താണിയെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മലപ്പുറത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കാൻ പോകുകയാണ്. അല്ല നീലിമ, ഞാൻ ഒരു കാര്യം പറ്റും, ഞാൻ ഇതല്ലേ പറഞ്ഞത്. അത് ഇന്നലെ നിങ്ങൾ വന്നിട്ടുള്ളൊരു വാർത്തയില്ലേ, മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം മാറണം എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് CPM സപ്പോർട്ട് എടുക്കുന്നുള്ളൊരു വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ആധികാരികത ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ അത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കൂ. 5 മണിക്ക് തന്നെ 4 മണിക്ക് ഇത് ചെയ്യുന്നു, 5 മണിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, 5:30 മണിക്ക് തന്നെ റോഡ് ഷോ തുടങ്ങുകയാണ് എല്ലാ സ്ഥലത്തും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥികളെല്ലാം 5:30 റോഡ് ഷോ തുടങ്ങി. അപ്പോൾ അത്രയ്ക്കും വളരെ കൃത്യതയും അതുപോലെ ചടുലതയുമായുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാവത്തിലാണ് LDF നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 3.0 എന്നുള്ള പറയുന്നത്. CPMൻ്റെ ഒരു സംഘടനാ ശക്തി വെച്ചിട്ട്, സംഘടനാ രീതി വെച്ചിട്ട് ഒരു റാലി നടത്തുകയൊന്നും അത്ര വലിയ പ്രയാസമല്ല. പക്ഷേ CPM ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ്. കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ഭീഷണി, ഉയർത്തുന്ന ഭീഷണി, ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ G സുധാകരൻ ഉയർത്തുന്ന ഭീഷണി, ഇതൊക്കെ ചെറിയ ഭീഷണികളല്ല, ചെറിയ ഭീഷണികളല്ല. ഞാൻ പറഞ്ഞ നീലിമ, ഒരു കാര്യം, ഇതിൽ നിന്ന് വലിയ ഭീഷണികൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, MP രാഘവൻ നമ്മളിന്ന് പോയപ്പോഴത്തേക്ക് എന്തെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് വന്നിട്ടുണ്ട്. അതൊന്നും അന്നുള്ള പ്രതിസന്ധി വലിയ പ്രതിസന്ധി ആയിരുന്നില്ലേ? അത് കഴിച്ച് ഗൗരിയമ്മ പോയപ്പോഴത്തേക്ക് ഒരു പ്രതിസന്ധി വന്നിട്ട് അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് അലയടിച്ചത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള ഒരു നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ അമ്പലപ്പുഴ സുധാകരൻ കണ്ണൂർ വന്നിട്ട് 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങും ഒരു ജില്ലാ കമ്മിറ്റി അങ്ങും. അപ്പോൾ ഇതല്ലാതെ വേറെ എവിടെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? പറയൂ. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ടോ? കൊല്ലത്ത് വന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവരൊക്കെ സീറ്റ് ഇട്ടില്ലെങ്കിൽ ഇപ്പം സീറ്റ് ഇത്രയും ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ 24 മണിക്കൂറിനകം നമ്മളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി? അവർക്ക് 51 സ്ഥാനാർത്ഥികൾ അവർ ഇന്നലെ പ്രഖ്യാപിച്ചതിന് വലിയ പാട് കിട്ടുക. അപ്പോഴേ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഇനി അടുത്ത ഇതും കൂടി വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കണം. അടുത്ത വരുമ്പോഴത്തേക്ക് പല സ്ഥലത്തും, തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ തന്നെ പല സ്ഥലത്തും ഈ സ്ഥാനാർത്ഥി മോഹികൾ ഇരിക്കുകയാണ്. അവർക്കൊന്നും കൊടുക്കാതെ മാറ്റുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. LDFനെ സംബന്ധിച്ച് വളരെ ചിട്ടയായ പ്രവർത്തനമാണ്. അങ്ങ് പ്രശ്നങ്ങൾ വരാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന ഒരു LDFത്തിൻ്റെ ഒരു രീതിയാണ്. ആ രീതി അനുസരിച്ച് അവിടെ വന്നിട്ടുണ്ട്. ആ രീതിയാണ് കേരളത്തിൻ്റെ വികസനത്തിലേക്ക് വരുന്നത്.